ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നിങ്ങൾ കൂടിയില്ലേ നന്ദൂട്ടിയാണ്. ഇപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ പുതിയ ചാനൽ സിസ്റ്റർ സ്ക്വാഡ് പറഞ്ഞിട്ട്. അന്നേരം ഇത് ഞാൻ 2 ചാനലിലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഈ പേസ്റ്റൽ ക്വീൻ പറഞ്ഞ ചാനലുണ്ട് എൻ്റെ തന്നെ, അതിലും ഞാൻ പോസ്റ്റ് ചെയ്യും. പിന്നെ ഈ ഒരു പുതിയ ചാനൽ സിസ്റ്റർ സ്ക്വാഡ് പറഞ്ഞ ചാനലിൽ ഇടും. ഇത് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ആരാ ഇല്ലെന്ന് ചോദിച്ചാൽ ഇന്ന് എൻ്റെ സിസ്റ്റർ വൈകയാണില്ലേ. വൈകു വാ ഗൈസ് ഇവിടെ വിളിച്ചു. അപ്പോൾ ഇതാ നമ്മളിത് രണ്ടാളും കൂടി മാച്ചിങ് ഔട്ട്ഫിറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കളിക്കാൻ പോകുന്നത് എന്തായിരുന്നു? റോബ്ലോക്സിൽ നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ആണ് കളിക്കുന്നത്. അപ്പം നമുക്ക് ആരാണ് ഇന്ന് വിളിക്കുന്നത് ചോദിച്ചാൽ ഇന്ന് വൈകിയാണ് വിളിക്കുന്നത്. ഞാനാണ് കൗണ്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ 100 വരെ കൗണ്ട് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നിനക്ക് എവിടെ വേണമെങ്കിൽ പോയി വിളിക്കുക. ഓക്കെ? അപ്പോൾ കഴിച്ച് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ക്യാമറ വെക്കുന്നില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഇപ്പം എൻ്റെ ഈ ഒരു മൈക്ക് പറഞ്ഞ സാധനത്തിലുണ്ട് അവളിപ്പം. അതുകൊണ്ട് നിങ്ങൾ അവൾക്ക് പറയുന്നത് കേൾക്കാം, പക്ഷെ നമുക്ക് ഇങ്ങനെ അവളെ കാണാൻ പറ്റില്ല. അപ്പം റെഡി? ഞാൻ അവിടെ പോയി ആ പോലീസ് സ്റ്റേഷൻ്റെ പുറകെയാണ് നിൽക്കാൻ പോകുന്നത്. അന്നേരം കൊണ്ട് വൈകി എടുത്ത് വിളിക്കും. നിനക്ക് ഒരു ഐഡിയയും പറയരുത് നീ എവിടെ ആയിരിക്കും എന്ന്. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. 1, 2, 3. അപ്പോൾ ഞാനിങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ടൈമർ വെച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിതിങ്ങനെ വെള്ള സ്ക്രീനാണ് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക്. എന്നാലും ഞാൻ ഈ ചാനൽ തുടങ്ങിയതിന് ഭയങ്കര എക്സൈറ്റഡാണ്. എന്നുവെച്ചാൽ എനിക്ക് 3 സിസ്റ്റേഴ്സ് ഉണ്ട്. 2 കസിനാണ്, ഞാൻ എൻ്റെ സ്വന്തമായിട്ടാണ്. അന്നേരം നമ്മൾ 3 ആണ്. അപ്പം എനിക്ക് ചാനൽ നമ്മളെല്ലാവർക്കും ഓരോരോ സ്ഥലത്തുനിന്നും ഡിസ്റ്റൻസിൽ നിന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വഴിക്ക് നമ്മൾ ചാനലാക്കിയതാണ്. അപ്പം വൈക ആയോ? ഓക്കെ, അവളായി. അപ്പോൾ ഇതാ നമുക്ക് മൈക്ക് ഉണ്ടല്ലോ, അത് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഞാൻ അവളും മാച്ചിങ് ഇട്ടുകൊണ്ട് ചില ആൾക്കാർക്ക് ചിന്തിക്കുക ഇത് വേറെ എന്തെങ്കിലും ആണോ, എന്തോ വേറെ ഐഡിയ ആണെന്ന് പറയും. അപ്പം എൻ്റെ ഒരു ഗസ്സ് പറഞ്ഞാൽ അവൾ എവിടെയായിരിക്കും എന്ന്. എനിക്കൊരു ഗസ്സൊന്നുമില്ല, പക്ഷെ ഞാനൊരു സീക്രട്ട് ഹാക്ക് ഉപയോഗിക്കാൻ പോകുന്നതാണ്. ബിക്കോസ് ഞാനിവിടെ എനിക്കിവിടെ ഒരു വീഡിയോ കോൺഫറൻസ് കോൾ ഉണ്ട്, അവൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ രണ്ടാളും ചെയ്തത്. പക്ഷെ അതിൽ ഞാൻ മ്യൂട്ട് ചെയ്ത് വെക്കാൻ പോകുന്നത് എന്തുകൊണ്ട് ഈ സീക്രട്ട് ഹാക്ക് പറയാനായിട്ട്. അപ്പോൾ സീക്രട്ട് ഹാക്ക് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഈ ഒരു ക്രിമിനൽ ബ്രൂക്ക് ഹെവൻ 30s പറഞ്ഞ സ്ഥലത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഓഫീസ് പോലെയുണ്ട്. അതിന് മുകളിൽ കയറിയ പോലീസ് ക്യാമ്പ്സ് പറഞ്ഞ ഇതുണ്ട്. അവിടെ എവിടെ പോയാലും നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നോക്കാം. വൈക ഞാൻ നിന്നെ പരുതാൻ പോകുന്നതാണ്. എനിക്ക് ഇവിടെ എവിടെയൊന്നും കാണുന്നില്ല. നീ ഒരു ക്ലൂ താ, നീ എവിടെയാ? ഓക്കെ ഗൈസ്, അവൾ പറയുന്നത് കേട്ടല്ലോ, അവൾ എവിടെയോ കയറി ഒളിച്ചിരിക്കുന്നതാണ്. അപ്പം ഈ ഒരു കാര്യം സീക്രട്ട് ഹാക്ക് വർക്കിംഗ് അല്ല. അപ്പം വൈക നീ ഇപ്പം ഇറങ്ങി വരുന്നുണ്ടോ? നിനക്ക് കുറച്ച് പൈസ കിട്ടും, ഇല്ലെങ്കിൽ നിനക്ക് ചെയ്യാം. വൈക ഇപ്പം നീ ഇറങ്ങുമോ? പൈസ വരുമ്പോ ഇറങ്ങുമോ? ഓക്കെ, ഇറങ്ങി വാ. അപ്പോൾ ഗൈസ് ഞാൻ അവളെ ഫോളോ ചെയ്തു. അവളെ എവിടെ ഞാൻ ഇപ്പോൾ വരുന്ന ഡയറക്ഷനിൽ കാണാൻ എനിക്ക്. അവളെ ഞാൻ ഫോളോ ചെയ്തു. അവൾ കാണുന്നില്ല എവിടെ വരുന്ന. നീ ആ പോലീസ് സ്റ്റേഷനിലെ ഇതായ സ്ഥലത്ത് നിന്ന് തന്നെ വരണം. അപ്പോൾ ഗൈസ് നമുക്ക് അവളെ കാണാം. ഇതുണ്ടോ? നിൽക്കടി അവിടെ. എടി നിർത്ത്. പൈസ വേണമെങ്കിൽ വാ. ഈ ഒരു ഗ്രോസറി സ്റ്റോറ് അതിന് മുമ്പിൽ തന്നെ എനിക്ക് കാണാൻ പറ്റും. ഇതാ നിർത്ത്. എൻ്റെ പൊന്നോ, ഇറങ്ങ. പൈസ ആക്ച്വലി ഇല്ല. ഇനി നീയാണ് കൗണ്ട് ചെയ്യുന്നത്. കൗണ്ട് ചെയ്യേ. ഓക്കെ, കൗണ്ട് ചെയ്യേ. ഞാൻ പിന്നെ തരാം. കൗണ്ട് ചെയ്യേ. അവിടെ ഒന്നുമല്ല, പോയി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയി നിൽക്ക്. വാ, എൻ്റെ കൂടെ വാ. ഇങ്ങനെ ഗൈസ് ഇവള് കുർത്തം കെട്ടേ സത്യമായിട്ടും. നിക്കടിയാണ് പുറകേക്ക് നോക്ക്. നിന്നെ പൊക്കിയിട്ട് ഞാൻ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. വാ, ഇറങ്ങടി. എടുക്കട്ടെ ഞാൻ നിന്നെ. ഇതാ
ഓക്കെ. അപ്പോൾ ഞാൻ വലിയ ചേച്ചിയാണ്, എന്നാലും ഞാൻ എടുക്കും എൻ്റെ കുഞ്ഞി ചേച്ചീനെ. അനിയത്തിനെ പോലെയാണ് ഞാൻ ഇപ്പം ട്രീറ്റ് ചെയ്യുന്നത്. എൻ്റെ ഇപ്പോൾ വാവേനെ പോലെ ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു 2 മില്യണെങ്കിലും അടിക്കണമെന്നാണ് നമ്മളെ വിചാരം. അതെ, ആഗ്രഹം. അപ്പോൾ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോ. അപ്പോൾ ഗൈസ്, ഞാൻ വിളിക്കാൻ പോകുന്ന സ്ഥലമാണ്. ഞാൻ നിന്നെ മ്യൂട്ട് ചെയ്യാൻ പോകുന്നതാണ്. എന്നാകുമ്പോൾ എനിക്ക് എൻ്റെ വീഡിയോ ആൾക്കാരോട് പറയാമെന്ന്. അപ്പോൾ ഇതാ ഗൈസ്, നമ്മൾ ബ്രൂക്ക്ഹെവനിലുള്ള സീക്രട്ട് ഹാക്സ് പറഞ്ഞ അതെ. അപ്പൊ നമ്മൾ അവളെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് പറയുക മാത്രമല്ല, അതെ, നമുക്കിത് കണ്ടുപിടിക്കണം എന്നുള്ളൂ. എനിക്ക് ഇവിടത്തെ വലിയ സ്ഥലങ്ങളൊന്നും പിടിയില്ലാത്തതുകൊണ്ട് തന്നെ അവള് വേണമെങ്കിൽ പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടും പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി എന്റെ ഒരു ട്രെയിൻ എടുത്തിട്ട് ഞാൻ നോക്കും. അതുപോലെ തന്നെ നിങ്ങളും എനിക്ക് കുറച്ച് സഹായിച്ചു തന്നു കഴിഞ്ഞാല് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇതിനൊരു 2K എങ്കിൽ കിട്ടേണ്ടതാണ്. 2K അല്ല, 2 മില്യൺ. 2 മില്യൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രം എത്തിക്കേണ്ടതാണ്. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അവള് ഒളിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് തോന്നുന്നു. ഇറങ്ങാനായിട്ടാ. ഞാൻ കൊറേ നേരം ഇവിടെ നിൽക്കേണ്ട ആവശ്യം വരും. ഞാൻ വേഗം ഒളിച്ചതുപോലെയൊന്നും അല്ല കളി. ഇവള് കൊറേ നേരം എടുക്കും ഒളിക്കാൻ വേണ്ടിട്ട്. അതെന്റെ കുറ്റമല്ല, എനിക്ക് നല്ല സ്പോട്ട് കണ്ടുപിടിക്കണ്ടേ. ചേച്ചി പോലെ തന്നെയാണ്. പക്ഷെ ഞാനിവിടെ ചേച്ചിന്നൊന്നും വിളിക്കാറില്ല, പേര് മാത്രമേ വിളിക്കാറുള്ളൂ. ഒരു വയസ്സിന് വ്യത്യാസമുള്ളവരെ ഞാൻ ചേച്ചിന്നൊന്നും വിളിക്കാറില്ല. അതെ സീരിയസ് ആയിട്ട്. കഴിഞ്ഞിട്ടുണ്ടോ നമുക്ക് നോക്കാം. കഴിഞ്ഞ ഇല്ല കൊറേ നേരം എടുക്കണ്ട് ഗൈസ്. അപ്പൊ ഇത് അവളെ പേഷ്യൻസ് ഇസ് വെയിനിങ് പറഞ്ഞ പോലെ പാട്ട് പാടേണ്ട വരും. ഞാൻ നമ്മുടെ എണ്ണാലിപ്പോ കഴിയേണ്ടതാണ്. പക്ഷെ ഞാൻ കൊറേ നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യണ്ട. എന്താ പറഞ്ഞാല് അവൾക്ക് വിളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഗൈസ്, എനിക്ക് പണ്ട് എനിക്കിതിൽ കയറായിരുന്നു, ഇപ്പം എനിക്ക് കയറാൻ പറ്റുന്നില്ല. ഒരു മാൾ പ്രാക്ടീസ് പറഞ്ഞ പോലെ. നിങ്ങള് റോബ്ലോക്സ് കളിക്കാൻ അറിയാവുന്നവർക്ക് മാത്രം കളിക്കാനുള്ള ഒരു സാധനമാണ് റോബ്ലോക്സ് എന്ന് പറഞ്ഞ കളി. അറിയാത്തവര് കയറി കളിച്ചു കഴിഞ്ഞാൽ അത് പണിയാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളെ നല്ലോണം സൂക്ഷിച്ച് കളിക്കേണ്ടതാണ്. അപ്പൊ എനിക്കിതില് അറിയില്ലായിരുന്നു. ഈ നന്ദു എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. അപ്പൊ ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ഗെയിമാണ്. എന്തായാലും അത് നമ്മള് കളിച്ചു നോക്കി കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നന്ദു കഴിഞ്ഞോ? ഇല്ല ഒന്ന് വേഗം. ഞാൻ എൻ്റെ ഹൈഡിങ് സ്പോട്ട് ചേഞ്ച് ചെയ്തിട്ടായില്ല. എനിക്കത് ഞാൻ പോയ സ്ഥലത്ത് എനിക്ക് ഇഷ്ടമായിട്ടാ. ക്ലൂ ഒന്നും ഇല്ലാട്ടെ ഇപ്രാവശ്യം. എന്ന് വെച്ചാൽ ഞാൻ എക്സ്പേർട്ടാണ്. അന്നേരം നിനക്ക് എൻ്റെ എക്സ്പേർട്ട് ലെവലിൽ പോകേണ്ടതാണ്. അതുകൊണ്ട് ക്ലൂ ഒന്നും ഇപ്രാവശ്യം കിട്ടില്ല. ചെറിയൊരു ക്ലൂ വരും ഞാൻ, അത് പക്ഷെ ആയിട്ടാ. അതെ ഗൈസ്, കഴിഞ്ഞു. അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പൊ തന്നെ എൻ്റെ ഹൈഡിങ് സ്പോട്ട്. അപ്പം അവൾക്കിത് അത്ര ഭയങ്കര ടഫായിരിക്കും. ഇത് ഭയങ്കര ടഫായിരിക്കും. വൈകൊക്കെ ഭയങ്കര ടഫാ. എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഗൈസ്, എനിക്ക് അവളെ കാണാൻ പറ്റില്ല. പക്ഷെ ഞാനിവിടെ ഒന്ന് എത്തി നോക്കാൻ പോകുന്നതാണ് അവൾക്ക് അറിയാണ്ട്. ഓക്കെ, ക്ലൂ പറയാം. ക്ലൂ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ക്ലൂ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ്. ഗൈസ്, പാവല്ലേ, എന്നാൽ നമ്മൾ ക്ലൂ കൊടുക്കാം. ഓക്കെ, ഹോസ്പിറ്റല്
ഗൈസ് അവള് വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് നല്ലതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഗൈസ് ഞാൻ ഇവിടുന്ന് സുഖത്തോടെ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ, അവൾക്ക് അത്യാവശ്യം മനസ്സിലായി എന്നാ തോന്നേ. ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ്, ഹോസ്പിറ്റലിന്റെ ഉള്ളിലാണ് ക്ലൂ ഞാൻ തരാൻ പോന്നെ. നിന്റെ മുമ്പില് നീ ഇപ്പൊ കേറിയ വഴിന്റെ തൊട്ട് പുറകെ കണ്ടോ ST ലൂക്സ് പറഞ്ഞിട്ട്. നിന്റെ പുറകെ നീ അങ്ങോട്ടേക്കല്ല പോണ്ട, പുറകേക്ക് തിരിയേ. കണ്ടോ? ആകാശം കാണാൻ എന്ത് രസാ. ഇവള് അത്ര വേഗം കണ്ടുപിടിക്കില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ സുഖത്തോടെ ഇരിക്കുന്നതാണ്. നീ കേറിയോ? ഞാൻ കയറിയിട്ടുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ കുറെ സ്ഥലങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മള് കണ്ടുപിടിക്കാൻ കുറച്ച് പാടായിരുന്നു. അത് സത്യമാണ്, ആക്ച്വലി അത് സത്യമാണ്. പക്ഷെ അവൾക്ക് അത്ര വേഗം കാണിക്കാൻ പറ്റില്ല. ഇതെന്ന് വെച്ചാൽ ഇവളിപ്പോൾ ടോപ്പല്ല, ഡൗൺ ഫ്ലോറിലാണ്. ഞാനിതാ അവിടെ എവിടെയോ കിടന്ന് റെസ്റ്റ് ആക്കുന്നുണ്ട്. ക്ലൂ തരാം, ഒന്നുകൂടി ക്ലൂ തരാം. അവര് കേറിയതിന്റെ ഒരു മുകളിൽ ഒരു കീറിയ സ്ഥലം കാണുന്നുണ്ട്, അവിടെ എവിടെയോ ആണ് ഞാൻ. അപ്പോൾ എനിക്ക് സീക്രട്ട് കാര്യം പറയണം നിങ്ങളോട് മാത്രം, അതുകൊണ്ട് അവളെ ഞാൻ മ്യൂട്ടാക്കുന്നതാണ്. അപ്പോൾ ഒരു സീക്രട്ട് കാര്യം എന്താ വെച്ചാൽ, അവൾ ആ വഴി ഇറങ്ങുമ്പോഴത്തേക്കും ഞാനിതാ ഇവിടുന്ന് ഒറ്റ ഓട്ടം ഓടിക്കാൻ പോകുന്നതാണ് നമ്മളെ വീട്ടിലേക്ക് തന്നെ. ആകുമ്പോൾ അവൾക്കതറിയില്ല. ഞാനിപ്പോൾ അതിൻ്റെ മുകളിലാണ്. അവൾ ആ മുകളിൽ കയറിയാൽ പിന്നെ പോയി. ഇനി എവിടെ ഇല്ല, സെമിറ്ററി പോയി വിളിക്കണം. എനിക്കിപ്പോൾ സംശയമുണ്ട്, സെമിറ്ററി പോയി അവിടെ കുറിച്ച്. ഓക്കെ, ഇവൾക്ക് നല്ല പേടിയായിരിക്കും. നല്ല സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഒളിക്കാൻ സാധ്യതയുള്ള. എടി സാറ്റ് ഉണ്ട് കേട്ടോ, സാറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് ഒറ്റ ഓട്ടം ഓടി ഞാനിപ്പോൾ സാറ്റ് അടിക്കാൻ പോകുന്നതാണ്. പാവ അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലാണ്. ഞാൻ സാറ്റ് അടിച്ചു. സാറ്റ് നമുക്കിനി ഈ കളി വേണ്ടത് എന്താ പറഞ്ഞാൽ രാത്രിയായി, ഇനി കുറച്ച് ഡേഞ്ചർ ആയിരിക്കും. ഡേഞ്ചർ ഒന്നുമല്ല. അപ്പോൾ നീ പോലീസ് സ്റ്റേഷന് മുമ്പിലേക്ക് വാ. യെസ് ഗായ്സ്, അപ്പം ഞാൻ ജയിച്ചു. പാവം വൈക, ഞാൻ അവൾ ചോക്ലേറ്റ് പറഞ്ഞ് ബ്രൈബ് ചെയ്തുകൊണ്ട് പാവമുണ്ട് അവൾക്ക്. എന്താ പറഞ്ഞാല് ഈ ഒളിച്ചുകളി എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പാണ്. ഹായ് സാറ്റ്. അവൾക്ക് നല്ല ദേഷ്യം പിടിച്ചു എന്തായാലും ഇപ്പൊ തന്നെ. സാറ്റ് അടിച്ച് പാവിധാര വരുന്നു നോക്കിക്കേ. സാറ്റ് ഞാൻ സാറ്റ് അടിച്ചു. അപ്പൊ ഗൈസ് ഇനി കുറച്ച് നമുക്ക് നാളെയൊക്കെ ആവുമ്പോഴത്തേക്കും കളിക്കാലോ. അപ്പൊ നമുക്ക് പോവാം വീട്ടിലേക്ക്. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ എന്താളും തന്നെ ആയിരിക്കും. നമ്മൾ ചെറിയ അനിയത്തി സാച്ചു നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കയറുന്നത്, നമുക്ക് ഉറപ്പില്ല. എന്നാലും നമ്മൾ കയറ്റാൻ അത്രയും നോക്കാം അല്ലേ? ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 2K ആണ് ഞങ്ങളുടെ ടാർഗറ്റ്. അതെ, എല്ലാവരും അത്ര അപ്പൊ അടുത്ത വീഡിയോ കാണാം.